Hi my dear ones, welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Section 28A, subsection 1, 2, 3, 4 നമ്മൾ പഠിച്ചിരുന്നു. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1, as per section 28A subsection 1, how many seats are reserved for women members in a society's committee? Answer, 3 seats. ഒരു സംഘത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ സ്ത്രീകൾക്ക് എത്ര സീറ്റാണ് റിസർവ് ചെയ്തിരിക്കുന്നത്? 3 സീറ്റാണ് സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. Question number 2, as per section 28A subsection 1, how many seats are reserved for SC/ST members in a society's committee? Answer is 1 seat. ഒരു സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ സെക്ഷൻ 28A(1) പ്രകാരം എത്ര സീറ്റാണ് SC/ST മെമ്പേഴ്സിനായിട്ട് റിസർവ് ചെയ്തേക്കുന്നത്? 1 സീറ്റാണ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. Question number 3, which subsection allows women and SC/ST members to be elected to non-reserved seats? Answer, section 28A subsection 2. സ്ത്രീകൾക്കും SC/ST മെമ്പേഴ്സിനും റിസർവ് ചെയ്തേക്കുന്ന സീറ്റുകളിൽ അല്ലാതെയും മത്സരിക്കാം എന്ന് പറയുന്ന സബ്സെക്ഷൻ ഏതാണ്? ആൻസർ, സെക്ഷൻ 28A subsection 2. Question number 4, who nominates women or SC/ST members if there is no representation in the committee? Answer, government or registrar. സ്ത്രീകളുടെയും SC/ST മെമ്പേഴ്സിൻ്റെയും പ്രാതിനിധ്യം കമ്മിറ്റിയിൽ ഇല്ല എങ്കിൽ ആരാണ് അവരെ നോമിനേറ്റ് ചെയ്യുന്നത്? ആൻസർ, ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആണ്. Question number 5, under section 28A subsection 4, who decides the term of nominated members in the committee? Answer, government or registrar. സെക്ഷൻ 28A സബ്സെക്ഷൻ 4 പ്രകാരം ആരാണ് ഈ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത്? അതും ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ ആണ് അവരുടെ കാലാവധിയും തീരുമാനിക്കുന്നത്. Question number 6, do nominated members have the same powers as elected members as per section 28A subsection 4? Answer is yes. ഗവൺമെൻറ് അല്ലെങ്കിൽ രജിസ്ട്രാർ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് ഈ എലക്ട് ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ അതേ അധികാരങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർക്കുണ്ട്. സെക്ഷൻ 28A സബ്സെക്ഷൻ 4 പ്രകാരം ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്കും എലക്റ്റഡ് മെമ്പേഴ്സിൻ്റെ സെയിം പവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ്, സെക്ഷൻ 28AA, റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ കമ്മിറ്റീസ് ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. Any urban cooperative bank, there shall be reserved not less than 2 seats in the committees of such banks for members who possess experience in banking or professional qualifications. ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ബാങ്കിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള മെമ്പേഴ്സ് വേണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 28AA. അതായത് ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിൽ 2 പേരിൽ കുറയാത്ത അംഗങ്ങൾ നിർബന്ധമായും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളോ അല്ല എങ്കിൽ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആളോ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. Members who possess experience in banking means members who are or were in paid service of a commercial bank, state cooperative bank, district cooperative bank, an urban cooperative bank
or a service cooperative bank in the managerial cadre. ഇവിടെ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്നുള്ളത് വിവരിക്കുന്നത് ഏതൊക്കെ ആളുകളാവാം എന്ന് പറയുന്നു. അതാരൊക്കെയാണ്? ഇപ്പോൾ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ മുൻപ് വർക്ക് ചെയ്തതോ ആയ, എവിടെയൊക്കെ വർക്ക് ചെയ്തവരാണ്? കൊമേഴ്സ്യൽ ബാങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ, അല്ലെങ്കിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, പിന്നെയോ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ മാനേജീരിയൽ കേഡറിൽ വർക്ക് ചെയ്തവരോ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയ ആളുകളെയാണ് ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സെക്ഷൻ 28(1)(g)യിൽ ഒന്ന് പഠിച്ച കാര്യമാണ്. അതായത് ഇങ്ങനെയല്ല, അത് 2 മെമ്പേഴ്സിനെ കോഓപ്റ്റ് ചെയ്യണമെന്ന് പുതിയ അമെൻമെൻറ്റിൽ വന്നിട്ടുണ്ട്. അവരുടെ ക്വാളിഫിക്കേഷനും ഇങ്ങനെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ളയാളും ആയിരിക്കണം എന്നുള്ളത് നമ്മൾ സെക്ഷൻ 28(1)(g)യിൽ കോഓപ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനിൽ പഠിച്ചതാണ്. നെക്സ്റ്റ്, professional qualifications means membership in the Institute of Chartered Accountants of India, or master's degree in business administration, or membership in the Institute of Coast and Works Accountants of India, or master's degree in commerce with experience in banking or experience in the inspection or audit of banks including cooperative bank. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ മെമ്പർഷിപ്പ് ഉള്ളയാൾ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെയോ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, പിന്നെയോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ്. കൊമേഴ്സ് ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരും അവർക്ക് ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ളവരുമായിരിക്കണം. പിന്നെ ഇൻസ്പെക്ഷനിലും ഓഡിറ്റിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളയാൾ, അത് കോഓപ്പറേറ്റീവ് ബാങ്കിലായാലും കുഴപ്പമില്ല. അങ്ങനെ അതാണ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്നുദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആണ്. സെക്ഷൻ 28(a)(a) Minimum 2 seats in the committees of urban cooperative banks are reserved for members with banking experience or professional qualifications. Banking experience means members who are or were in paid service of commercial bank, state cooperative bank, district cooperative bank, urban cooperative bank and service cooperative bank with managerial cadre working experience. Professional qualifications include membership in ICAI, Institute of Chartered Accountants of India, Masters in Business Administration, membership in ICWAI, Institute of Coast and Works Accountants of India, Masters in Commerce with banking experience or experience in inspection or audit of banks including cooperative bank. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡാഷ് ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് മലയാളം ലിറ്ററേച്ചർ. ആൻസർ തുഞ്ചത്ത് എഴുത്തച്ഛൻ. നെക്സ്റ്റ്, മീനിങ് ഓഫ് ബെനവലൻറ്റ്. ആൻസർ കൈൻഡ് ഹേർട്ടഡ്, ദയാലുവായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് മൾട്ടിപ്ലൈ മീൻസ് പ്ലസ്, പ്ലസ് മീൻസ് ഡിവിഷൻ, മൈനസ് മീൻസ് മൾട്ടിപ്ലൈ and division means minus, then 6 multiply 4 minus 5 plus 2 division 1 is equal to dash. Answer is 15. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 6 മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ പ്ലസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 4 മൾട്ടിപ്ലൈ മീൻസ് മൈനസിനെ നമ്മൾ മൾട്ടിപ്ലൈ ഇടും. ഇനി 5 പ്ലസ്സിന് പകരം നമ്മൾ ഡിവിഷനാണ്. 2 ഡിവിഷന് മൈനസാണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 15. അതായത് 5 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2.5 ഇൻറ്റു 4 10,
10 plus 6 is equal to 16 minus 1 15. Answer is 15. ഇവിടെയും നമ്മൾ ബോർഡ് മാസ് അപ്ലൈ ചെയ്ത് വേണം കാൽക്കുലേഷൻ ചെയ്യാനായിട്ട്. Now your turn to answer. Question number 1. India's first soil museum is in dash. Next, meaning of affable. Next, find the wrong term in the series. 196, 169, 144, 121, 100, 80 and 64. Leave your answer in the comment box and stay tuned for the next episode. Thank you.